നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ നെയ്യാറ്റിൻകരയിലെ വിഷയമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു തീ കത്തിയ പോലെ നിൽക്കുകയാണ് വിഷയം. അത് ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ എത്തുമ്പോഴും ആ കുടുംബം വാദിക്കുന്നത് ഇത് മരണമല്ലല്ലോ, ഇത് സമാധിയാണ് എന്ന് പറയുന്നു. അതായത് ഹൈക്കോടതി പറയുന്നു മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഇവർ ഇത്തരത്തിലുള്ള വിചിത്രമായ ചില വാദങ്ങൾ കോടതിയോട് പോലും പറയുകയാണ്. ഇനിയിപ്പോൾ കോടതിയുടെ ഒരു നീക്കം എന്തായിരിക്കാം? പ്രക്ഷോഭകന് വിചിത്രം എന്നൊന്നും പറഞ്ഞതിനെ അധിക്ഷേപിക്കരുത്. ഈ വാർത്ത കണ്ട് ഞാൻ കുറച്ചു നേരം തരിച്ചിരുന്നു പോയി. ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയില്ല. കാരണം ഹൈക്കോടതി ഇവരോട് ചോദിച്ചത് മരണ സർട്ടിഫിക്കറ്റ് എവിടെ, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു വ്യക്തി മരിച്ചതായി കണക്ക് കൂട്ടാം. അതൊരു ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി അല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനങ്ങളിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന മരണ സർട്ടിഫിക്കറ്റ്. അപ്പൊ നേരത്തെ ഒരു മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അതിന് ഡോക്ടറുടെ സാക്ഷ്യപത്രം അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ട്, അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഈ കുടുംബത്തിന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ പറയുന്നത് വളരെ നിർദോഷമായി പറയുന്നതാണോ അതോ ഒരു കൊലപാതകം മറയ്ക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ. ഈ ഗോപൻ സ്വാമിയുടെ മകൻ, അയാളും ഒരു പൂജാരിയാണ്, ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു കോടതി വിധി വന്നതിന് തൊട്ട് പിന്നാലെ. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് കോടതി പറഞ്ഞല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, അതിന് എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മാധ്യമപ്രവർത്തകർ പോലും ആകെ അസ്തപ്രജ്ഞനായിപ്പോയി, എന്ത് പറയണമെന്നറിയാതെ. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം സമാധിയായി, സമാധിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അച്ഛൻ മരിച്ചിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങും? അതാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും വലിയ വാദം. തൊട്ടപ്പുറത്ത് ഇത് സമാധിയാണ്. സമാധി ഇവിടെ സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം നമ്മുടെ സംവിധാനങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അച്ഛൻ ജീവനോടെ അകത്തിരിക്കുന്നു എന്ന് അനുമാനിക്കാൻ വയ്യ. കാരണം അച്ഛന്റെ ആത്മാവ് കൈലാസത്തിലേക്ക് പോകുന്നത് നമ്മുടെ പൂജാരിയായ മകൻ കണ്ടിരുന്നു. അപ്പൊ അച്ഛന്റെ ആത്മാവ് കൈലാസത്തിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ ആ ഭൗതിക ദേഹം അവിടെ ഇരിക്കുന്നു. അതിനിപ്പോഴും ജീവനുണ്ട് എന്നാണ് ആ കുടുംബം പറയുന്നത്. നിറയെ പൂജാദ്രവ്യങ്ങളൊക്കെ വെച്ച്, സുഗന്ധ തൈലമൊക്കെ വെച്ച് വളരെ വിശുദ്ധിയോടെ ആ സമാധി അവർ കാത്തു സൂക്ഷിക്കുന്നു, സമാധി പീഠം അവർ സൂക്ഷിക്കുന്നു. അപ്പൊ ഇതിനിടയിൽ മരണപത്രമൊക്കെ കൊണ്ടുവരാൻ പറയുന്ന ദുർബലമായ ആവശ്യങ്ങളെ അവർ നിരാകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കലാണ്. വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്കാണോ ഭ്രാന്ത്, ജനങ്ങൾക്കാണോ ഭ്രാന്ത്, ഇത് അന്വേഷിക്കുന്ന പോലീസുകാർക്കാണോ, ആ കുടുംബത്തിനാണോ? വല്ലാത്ത ഒരു ഭ്രാന്താലയത്തിന്റെ ഒരു പ്രതീതിയാണ്. എന്നാൽ നമ്മൾ ഭയപ്പെടുത്തുന്ന ഈ കുടുംബത്തിന് പിന്തുണയുമായ ചില സംഘടനകളൊക്കെ അവർക്കൊപ്പം നിൽക്കുന്നു. അവരിതിന് സാമുദായിക സ്പർദ്ധയുടെ നിറം കലർത്തുന്നു. തൊട്ടടുത്ത ചില അയൽക്കാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്, അവരാണ് ഇതിന്റെ പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു. കുടുംബത്തിന് പിന്തുണയുമായി മറ്റു ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഭരണകൂടത്തിന്റെ പോലീസിന് മുന്നിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ ഇത് പൂർണ്ണമായും ഒരു ഭരണകൂട വീഴ്ചയായി മാറുകയാണ്. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗോപൻ സ്വാമി എന്ന വ്യക്തി മരണപ്പെട്ടോ ഇല്ലയോ എന്നറിയില്ല നമുക്ക്, ഈ കല്ലറയ്ക്കകത്ത് കയറി ഇരിക്കുന്നത്. അത് കഴിഞ്ഞിപ്പോൾ ദിവസങ്ങൾ എത്ര കഴിഞ്ഞിരിക്കുന്നു? വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. ഇതുവരെ അതൊന്നും പൊളിച്ചു നോക്കാൻ പറ്റില്ല. ഇനി അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തൊട്ട് ആ വെള്ളിയാഴ്ച പോലീസ് എത്തിയത് പൊളിച്ച് അയാളെ രക്ഷപ്പെടുത്തണമായിരുന്നു. എവിടെയെങ്കിലും ഇത്തിരി ഓക്സിജൻ കിടക്കാനുള്ള ഒരു മാർഗം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അല്പമെങ്കിലും ജീവൻ അവശേഷിച്ചാനായി. പിന്നെ സമാധി ഇരിക്കാൻ പോയ ആളുടെ അവസ്ഥയൊന്നും ഓർത്തേ. നേരെ നമ്മുടെ ഷുഗറിനുള്ള ഇൻസുലിനൊക്കെ എടുത്ത് പ്രഷറിന്റെ മരുന്നൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷപൂർവ്വം കിടക്കപ്പായ കിടക്കുമായിരുന്നു. 3 മാസമായിട്ട് എഴുന്നേക്കാൻ കഴിയാതെ കിടക്കപ്പായയിൽ പ്രാഥമിക കർമ്മങ്ങൾ പോലും കിടക്കപ്പായയിൽ വെച്ചാണ് അയാൾ ചെയ്തിരുന്നതെന്നാണ് അയൽക്കാർ പറയുന്നത്. അവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഷുഗറിന്റെയും പ്രഷറിന്റെ ഒക്കെ മരുന്നൊക്കെ അടിച്ച് നേരെ ഭക്ഷണവും കഴിച്ച് പത്മപീഠത്തിൽ പോയി പത്മാസനത്തിലിരിക്കുന്നു. വളരെ രസകരമായ ഒരു സമാധിയാണ്. അതിനു മുമ്പ് തന്നെ സമാധിയായി എന്നുള്ള മൾട്ടി കളർ പോസ്റ്ററൊക്കെ അടിച്ചു വെക്കുന്നു. എന്നിട്ട് വ്യാഴാഴ്ച രാവിലെ 10:30 മകനോട് പറയുന്നത്, ഞാൻ സമാധി ഇരിക്കാൻ പോവാന്ന്. നേരെ എഴുന്നേറ്റ് സമാധി ഇരുന്നു. മകൻ അവിടെ പോയി പ്രാർത്ഥനകൾ തുടങ്ങി. അരമണിക്കൂർ കൊണ്ട് സംഗതി സമാധിയായി. മകൻ പറയുന്നത് മൂക്കത്ത് വിരൽ വെച്ചപ്പോൾ ഒന്നുമില്ല, എല്ലാം നിന്നു. അപ്പൊ തന്നെ സഹോദരനെ വിളിച്ചു. സഹോദരൻ വന്നു, സഹോദരനെ ടെസ്റ്റ് ചെയ്തു, സംഗതി സമാധിയാണ്. ആത്മാവും പോകുന്നുണ്ട് കൈലാസത്തിലേക്ക്. പിന്നെ എന്ത് സംശയിക്കുന്നു? പക്ഷെ ഇവിടെ വലിയ പ്രശ്നം അതല്ല. ഇന്ന് ഇതേ മകൻ മലയാളി വാർത്തയിൽ പറയുന്ന ഒരു ബൈറ്റ് ഞാൻ കണ്ടു. നമ്മുടെ റിപ്പോർട്ടറോട് പറയുന്നത്, ഇതെന്റെ അച്ഛന്റെ സ്ഥലമാണ്, അച്ഛനവിടെ സമാധി ഇരിക്കുന്നത്, അതിന് നിങ്ങൾക്ക് എന്താ? അച്ഛനവിടെ സമാധി ഇരിക്കുന്നു.
പിന്നെ ആളെ കാണുന്നില്ലെന്ന് പറഞ്ഞു. ആളെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തെർമൽ സ്കാനർ വെച്ചിട്ട് ആളാകത്തുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാമല്ലോ, ശരിയല്ലേ? അപ്പോൾ മറ്റൊരു ദുരൂഹത ആ കുടുംബം അകറ്റി ഓടിക്കുന്ന അങ്ങനെയാണ്. ഇതൊരു വല്ലാത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു കേരളം. ഒരു ഭരണകൂടം ഒരു വ്യക്തിക്ക് അപകടം പറ്റി എന്ന് അറിഞ്ഞിട്ട് ഒന്നും ചെയ്യാനാവാതെ കഴിഞ്ഞ 5 ദിവസം. ഇതിനൊക്കെ ഒരു മതത്തിന്റെ കളർ കൊടുക്കാവോ എന്ന് നമുക്ക് പറയുക വയ്യ, കാരണം അതിനും പിന്തുണക്കാരുണ്ട്. ഇതില് ഇപ്പോൾ കോടതി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രശ്നം. ഇതില് മതത്തിന്റെ ഒരു നിറം ചേർത്തത് കൊണ്ട് കോടതിക്കും ഈ വിഷയത്തിൽ ഇപ്പോൾ പൊളിക്കണമെന്ന് പോലും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ദുരൂഹതയുണ്ട്, മരണ സർട്ടിഫിക്കറ്റ് എവിടെ, കുടുംബം വിശദീകരണം നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പൊളിക്കാനുള്ള ഉത്തരവ് കളക്ടർ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കോടതിക്ക് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അല്ല, കോടതി ഇന്ന് കൃത്യമായ ഒരു അനാലിസിസ് ആണ് നടത്തിയത്. കോടതി കൃത്യമായ നിരീക്ഷണം നടത്തി. കോടതി ഉത്തരവ് എന്നതുപോലെ ജില്ലാ കളക്ടറോട് കോടതി നിയമം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. കോടതിയുടെ നീക്കം വളരെ ശരിയായ പാതയിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കോടതിക്ക് ഇത്തരം ഒരു പരാതി ലഭിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ സമാധി പീഠമാണ്, എൻ്റെ ഭർത്താവിൻ്റെ സമാധി പീഠമാണ്, അത് തകർക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നു, അതിന് ഭരണകൂടം കൂട്ടുനിൽക്കുന്നു. ഇത്തരം ഒരു ഹർജിയാണ് കോടതിയുടെ മുന്നിലെത്തിയത്. അപ്പോൾ കോടതി ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സമാധി പീഠം അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരാണ്? അവിടെ അച്ഛനാണെങ്കിൽ അദ്ദേഹം മരിച്ചു എന്നതിന്റെ സാക്ഷ്യപത്രം എവിടെയാണ്? മരണ സർട്ടിഫിക്കറ്റ് എവിടെയാണ്? അത്തരമൊരു മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ഇതിൽ ഇടപെടാൻ കഴിയൂ. മറുവശത്ത് പോലീസിനോട് കോടതി പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ അന്വേഷണം തുടരാം. ഒരു പരാതി പോലീസിന് മുന്നിലെത്തി നിൽക്കുന്നു. ആ പരാതിയിൽ പറയുന്നത് എന്താണ്? ഒരാളെ കാണുവാനില്ല. വിശ്വംഭരൻ എന്നൊരു അയൽക്കാരനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ വീട്ടുകാർ പറയുന്നു, തൊട്ടപ്പുറത്തുള്ള 2 മുസ്ലിം സമുദായ അംഗങ്ങൾ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്, ഇവിടെ ക്ഷേത്രം ഇരിക്കുന്നുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ക്ഷേത്രം, ഈ ഗോവിന്ദസ്വാമിയുടെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ കോടതി ഒരു കൃത്യമായ നിരീക്ഷണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഭരണകൂടത്തിന്റെ വലിയ വീഴ്ചയാണ്. കോടതി ഇന്ന് നിരീക്ഷിക്കും. തൊട്ടടുത്ത ദിവസം കോടതിയിൽ സർക്കാർ വിശദീകരണം നൽകണം. എന്ത് അന്വേഷണം നടത്തി, എന്ത് നടപടികൾ എടുത്തു? ഇത് സർക്കാരിനോട്, ഭരണകൂടത്തോട് കോടതി ചോദിക്കും. ഒരു ഭരണകൂടം നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയല്ലേ ഇവിടെ, എന്ത് ചെയ്യണം എന്നറിയാതെ? ഒരു മരണമാണ് നമുക്ക് മുന്നിലുള്ളത്, ഒരു ദുരൂഹ മരണം. അതിന് പോലും മതത്തിന്റെ നിറം കലരുമ്പോൾ ഈ മരണം ഒരു കൊലപാതകമാണോ എന്നത് റൂൾ ഔട്ട് ചെയ്യേണ്ടേ? ഈ ഗോവിന്ദസ്വാമി മക്കൾ പറയുന്ന മരിച്ചിട്ടില്ലെന്ന്. മരിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് മരണ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഇനി ചോദിക്കുന്ന മക്കൾ ഒരു കാര്യം ഉറപ്പിക്കുകയല്ലേ നമുക്ക് മുന്നിൽ ചെയ്യുന്നത്? ഗോവിന്ദസ്വാമി ജീവനോടെ പോയി അവിടെ ഇരുന്നു, സ്ലാബിട്ട് മൂടി. അപ്പൊ അത് വലിയ ഒരു കൊലപാതകത്തിന്റെ സൂചനയല്ലേ പുറത്തു വരുന്നത്? ഇത് ആർജവത്തോടെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല. ഇവിടുത്തെ സാംസ്കാരിക നായകരെവിടെ? ഇതൊരു ഉത്തരേന്ത്യയിലാണ് നടക്കുന്നെങ്കിൽ ഒരാൾ നേരെ ചെന്ന് ഒരു അറയ്ക്കകത്ത് കയറിയിരുന്നു, മക്കളെല്ലാം കൂടി സ്ലാബിട്ട് മൂടി പ്ലാസ്റ്റർ ഒട്ടിച്ച് പൂജ തുടങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? കേരളത്തിലെ സാംസ്കാരിക നായർ എന്ത് പറയും? ഉത്തരേന്ത്യയിൽ പ്രാകൃതമായ നിലയിൽ ആളുകൾ പ്രവർത്തിക്കുന്നു. ഇതിനെതിരെ ഭരണകൂടം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ഇതിന് ഭരണകൂടമാണ് കൂട്ടുനിൽക്കുന്നത്. എന്തെല്ലാം തലത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതിനിധികൾ നെയ്യാറ്റിൻകരയിലെത്തി, ദേശീയ മാധ്യമങ്ങളുടെ എല്ലാം പ്രതിനിധികളെത്തി. വളരെ വിചിത്രമായ ഒരു കാഴ്ച എന്ന തലത്തിൽ ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങളിൽ ഈ വാർത്ത നിറയുന്നു. അപ്പൊ ഇത് 2 ദിവസത്തിനകം കേരളം വലിയ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് പതിക്കും. ഇനി ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്ന സമയത്ത് മൃതദേഹം ജീർണിച്ച നിലയിലാണെങ്കിലോ? ഇപ്പോൾ ഈ കുടുംബം പറയുന്ന മൃതദേഹത്തിന് ഒരു കുഴപ്പമില്ല, സമാധി ഇരിക്കുകയാണ്. ഇത് നമുക്കൊരു സാധാരണ ബോധത്തിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. ഈ ഗോവിന്ദസ്വാമിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് ആളുകൾ പ്രതികരിക്കുന്ന നമ്മുടെ ചാനലിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. എത്രയോ ബൈറ്റുകൾ. ഗോവിന്ദസ്വാമി പഴയ 7 പേരെ വെട്ടി ഒളിച്ചോടിയ കഥ. അന്ന് ഗോവിന്ദസ്വാമി അല്ല, അന്ന് മണിയനാണ്. ഒരു നെയ്ത്തുകാരനായ ഒരു തൊഴിലാളി. അയാൾ ഒരു വെട്ടുകേസിൽ പ്രതിയാവുന്നു, ഒളിച്ചോടുന്നു. പിന്നീട് അയാൾ തിരിച്ചു വന്നിട്ട് ചുമട്ട് തൊഴിലാളിയാവുന്നു. ആദ്യം AITUCയിൽ പ്രവർത്തിക്കുന്നു, പിന്നെ BMSൽ വരുന്നു, പിന്നെ ഹൈന്ദവ സംഘടനകളും ഒക്കെ ആയി പരിചയപ്പെടുന്നു. ചുമട്ട് തൊഴിലാളി റിട്ടയർ ചെയ്തപ്പോൾ നേരെ വീടിന് സമീപത്ത് ഒരു ക്ഷേത്രം തുടങ്ങുന്നു. അവിടെ പൂജകൾ ആരംഭിക്കുന്നു. ഇദ്ദേഹത്തിന് എന്ത് പശ്ചാത്തലമാണ് പൂജകൾ നടത്താൻ? ആരാണ് ദീക്ഷ കൊടുത്തത്? അല്ലെങ്കിൽ ഒരു സന്യാസിയാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? അപ്പൊ പൂജകൾ അനുസ്യൂതം പോകുന്നതിന്റെ ഇടയിൽ ഇയാൾ കിടപ്പിലാവുന്നു. അപ്പൊ ക്ഷേത്രം അടച്ചിടുന്നു. ഇയാൾ തന്നെ പ്രഖ്യാപിക്കുന്നു 5 ദിവസം മുമ്പ്, 3 ദിവസം മുമ്പ് ഭാര്യയോട് പറയുന്നു, ഞാൻ ഇന്ന ദിവസം സ്വർഗവാതിൽ ഏകാദശിയോടനുബന്ധിച്ച് താൻ നേരെ സമാധിയാകുമെന്ന്. ഭാര്യ ഒന്ന് പോ ചേട്ടാ എന്ന് പറയുന്നു. മകനെ വിളിച്ചു പറയുന്നു, ഞാൻ സമാധിയാകും, നീ ഒരുക്കങ്ങൾ ചെയ്തോ, എല്ലാം സെറ്റപ്പ് ചെയ്തോളാൻ. അപ്പൊ ഇതൊരു സമാധി പീഠം സ്റ്റാർട്ടപ്പ് ആണ് എന്ന് നാട്ടുകാർ പറഞ്ഞതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയുമോ?
ഇതില് മറ്റൊരു വസ്തുത, ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആള് CITU മുമ്പ് ഉണ്ടായിരുന്നതാണ്. അവിടുന്ന് പെൻഷൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ പെൻഷൻ ഇപ്പോഴും പേടിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ മകൻ പറയുന്നു, നിങ്ങൾ തെർമൽ സ്കാനർ ഉപയോഗിച്ച് നോക്കിക്കോളൂ അച്ഛൻ അതിലുണ്ടോ എന്ന്. കോടതിയുടെ വിധി മാനിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പല കാര്യങ്ങളും, നിയമത്തിന്റെ പല വശങ്ങളും ഇവർക്കറിയാം. എന്നിട്ടും ജനങ്ങളുടെ ഒരു സംശയം, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ കൃത്യമായി ഇത് കൊലപാതകമായിട്ടും ഇത് സർക്കാരിനെയും നിയമ സംവിധാനങ്ങളെയും ശരിക്കും കബളിപ്പിക്കാനല്ലേ ഈ നോക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം പക്ഷെ വരും. ഇവിടെ ഹൈന്ദവ വിശ്വാസം മാത്രമല്ല, ഏത് മതത്തിന്റെ ഒരു പശ്ചാത്തലം ഇത്തരം സംഭവങ്ങൾക്ക് കൊടുത്താലും അവിടെ ഇനി സമാധി ആയിരുന്നാലോ എന്നുള്ള ഒരു സംശയത്തിന്റെ ഒരു മൂടുപടം ഇട്ടാൽ പലരും അവിടെ നിഷ്ക്രിയരായി പോകും. കാരണം ഒരു വിശ്വാസത്തെ, ഒരു സമുദായത്തെ വെല്ലുവിളിക്കാമോ എന്ന ചോദ്യം. അദ്ദേഹം ഇനി യഥാർത്ഥത്തിൽ സമാധി ആയതാണോ എന്ന് സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ, പക്ഷേ നമുക്കൊന്നും ഇത് ദഹിക്കുന്നില്ല. നമ്മുടെ യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും ഒന്നും ദഹിക്കാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഒരു തലത്തെ നമ്മൾ ഭ്രാന്ത് എന്ന് പറയുന്നത്. ഇന്നലെ ആ കുടുംബത്തിലെ ഒരു സ്ത്രീ നമ്മുടെ റിപ്പോർട്ടർ ചെയ്തപ്പോൾ പറഞ്ഞു, അയൽക്കാർ പറഞ്ഞാണ്, ഇന്നലെ രാത്രി ഉച്ചത്തില് പിച്ചും പെയ്യൊക്കെ വിളിച്ചു പറഞ്ഞു, രാത്രി തന്നെ അവരെ ആശുപത്രിയിൽ എത്തിച്ചു വന്നു. എന്തൊക്കെയോ ദുരൂഹതകൾ അവിടെ ചൂഴ്ന്നു നിൽക്കുന്നു. ഈ വീടിന് തൊട്ട് അടുത്തുള്ള ഒരു അയൽക്കാരി, പക്ഷെ അവർ ബൈറ്റ് ഔദ്യോഗികമായിട്ട് എടുക്കാൻ സമ്മതിച്ചില്ല. എൻ്റെ വോയിസ് റെക്കോർഡർ ഉണ്ട്. അവര് നമ്മുടെ റിപ്പോർട്ടറോട് പറഞ്ഞത് എന്താ, ഈ കല്ലറ പൊളിച്ചാൽ ഇതിൽ നിന്ന് പല ദുരൂഹതകളും പുറത്തു വരുമെന്ന്. ഈ കല്ലറ നേരത്തെ അവിടെ പണിത് വെച്ചിരുന്ന, ഈ പീഠമൊക്കെ ഇങ്ങേര് നേരത്തെ ഒരു ശില എവിടുന്ന് സംഘടിപ്പിച്ചു കൊണ്ടെന്ന് വെച്ചു. അപ്പൊ ഇങ്ങേര് സമാധിക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി. ഇങ്ങേരും ഒരു പരിധി വരെ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സമാധിയുടെ ഒരു മൊത്തം പശ്ചാത്തലം ഒരുക്കി. ആ ദിവസത്തെ നമ്മൾ കേട്ടത് അയൽക്കാർ പറയുന്നു, ഈ കിടക്കപ്പായൽ എഴുന്നേക്കാൻ മാർഗമില്ല, നോക്കാൻ ആരുമില്ല, കിടക്കുവാണ്, അതുകൊണ്ട് ബലമായിട്ട് സമാധി എത്തിയതാവുമെന്ന്. കേരളം ഭയക്കേണ്ട അവിടെയല്ല. ഇത്തരം സമാധികൾ ഇനി കേരളത്തിന്റെ പല ഭാഗത്തും ആവർത്തിക്കപ്പെട്ടാൽ അതിനെ നമ്മൾ എങ്ങനെ ന്യായീകരിക്കും? ഇതൊക്കെ സമാധിയാണ് തൊട്ടുപോയതെന്ന് പറഞ്ഞാലോ? ഇപ്പോൾ ഈ കുടുംബം എന്താ പറയുന്നത്, 41 ദിവസത്തെ പൂജ ബാക്കിയുണ്ട്. ഇത്രയും ദിവസങ്ങളിൽ ഈ ആത്മാവ് കൈലാസത്തിന് മുകളിൽ നിൽക്കത്തുള്ളൂ, താഴേക്ക് ഇറങ്ങത്തില്ല. പിന്നീട് ഈ ആത്മാവിന് ഒരുപാട് പരിണാമ ഘട്ടങ്ങളുണ്ട്. ഈ 41 ദിവസത്തെ പൂജ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുവരണം. ആ പൂജ നടക്കുമ്പോൾ ഈ സമാധി പീഠം ഇരിക്കുന്ന ആ പ്രത്യേക വാസസ്ഥലമുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപൂർണമായ ഒരു പരിപാവനത അതിൽ നിലനിൽക്കണം. അതിനിടയിൽ ഇത് കുത്തിപ്പൊളിച്ച് സമാധി പീഠം അശുദ്ധമാക്കിയാൽ അത് വലിയ സാമുദായിക പ്രശ്നത്തെ ഇടവരുത്തും. അത് മതപരമായ വലിയ അവഹേളനമാകും. ഇതൊരു വല്ലാത്ത തലത്തിലേക്ക് ഈ സംഭവത്തെ അങ്ങ് മാറ്റിയിരിക്കുന്നു. ഇതില് വേറൊരു പ്രധാനപ്പെട്ട, ഇതിൽ അഭിപ്രായം പറയേണ്ടവർ അവർ നിശബ്ദരായിരിക്കുന്നത് നമുക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ആരാണ് ഇതിൽ അഭിപ്രായം പറയേണ്ടത്? ഈ ഹൈന്ദവ തത്വചിന്തകര്, ഹൈന്ദവ സമുദായത്തിലെ വലിയ സന്യാസിമാര്, അല്ലെങ്കിൽ കേരളത്തിലെ ഹൈന്ദവ സഭ ആരാധിക്കുന്നവര്, ഇവരൊക്കെ ഇക്കാര്യത്തിൽ കൃത്യമായി നിലപാട് വ്യക്തമാക്കണം. ഇതൊരു സമുദായത്തിന്റെ തലയിലേക്കാണ് ഈ കുടുംബം ഇതിനെ മാറ്റിയിരിക്കുന്നത്. ഇതിന് യഥാർത്ഥ സമാധിയാണ്. അവർ പഠിക്കട്ടെ, അതിനൊക്കെ അവർക്ക് മണിക്കൂറുകളുടെ ഗ്യാപ്പുള്ളൂ. പക്ഷെ ഇന്ത്യൻ നിയമവ്യവസ്ഥ പറയുന്ന, നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു ഭരണകൂടമുണ്ടല്ലോ ഇവിടെ. ആ ഭരണകൂടത്തിന് ചില ഉത്തരവാദിത്തങ്ങളില്ല. ഒരു വ്യക്തിയെ ഒരു അറയ്ക്കുള്ളിലാക്കി സമാധിയാണെന്ന് പറയുമ്പോൾ ഇത് കൊലപാതകമാണോ? ആ വ്യക്തി ഇനി അതിൻ്റെ അകത്തുണ്ടോ? ഏത് തലത്തിലാണ്? ഇനി വെച്ച് കഴിഞ്ഞിട്ടാണോ മരിച്ചത്? ഇതെല്ലാം ബോധ്യപ്പെടുത്തേണ്ട, മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ് നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ സംവിധാനങ്ങൾ. അതിന്റെ തകർച്ചയാണ് ഇതെല്ലാം. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അതായത് ഈ സമാധി വിഷയത്തിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതിന്റെ കമന്റുകളായിട്ട്, പ്രധാനപ്പെട്ട കമന്റായിട്ട് വരുന്നത് സർക്കാർ മനഃപൂർവ്വം മിണ്ടാതിരിക്കുന്നതാണ്. കാരണം ഇപ്പോൾ സർക്കാർ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. വീണ വിജയന്റെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പുറത്തു വന്നിട്ടുണ്ട്. 185 കോടിയുടെ അഴിമതി, അങ്ങനെയുള്ള പല വിവാദങ്ങൾ സർക്കാരിന് മേൽ നിൽക്കുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിൽക്കുമ്പോൾ ഈ വിഷയം കിടന്ന് കത്തിക്കോട്ടെ എന്ന് സർക്കാരും കരുതുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അന്വേഷണവും സർക്കാർ തയ്യാറല്ല. നവീൻ ബാബു വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ സമാധി വല്ലാത്തൊരു സമാധിയായിരിക്കുന്നു. അപ്പൊ ഇതിലൊന്നും സർക്കാർ ഇടപെടുന്നില്ല. സർക്കാർ തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണം വ്യക്തമായി ചെയ്യുന്നില്ല. അത് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ തളർത്തുകയാണ്. മറുവശത്തൊന്ന് നോക്കിയാൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ അധിക്ഷേപ പരാമർശമാണ്, അശ്ലീലമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ മണിക്കൂറുകൾക്കകം കടിറോസ് മുഖ്യമന്ത്രിയെ വിളിക്കുന്നു, മുഖ്യമന്ത്രി DGPയെ വിളിക്കുന്നു, പോലീസ് സംവിധാനം നേരെ വയനാട്ടിലേക്ക് പായുന്നു, അയാളെ തൂക്കിയെടുക്കുന്നു, വണ്ടി വട്ടമിടുന്നു, കൊച്ചിയിൽ കൊണ്ടുവരുന്നു, രാത്രി മുഴുവൻ ഒരു ബെഞ്ചിലിരുത്തുന്നു, പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുന്നു, അഴക്കത്തിടുന്നു, റിമാൻഡിലാക്കുന്നു.
അപ്പൊ അത് ജഗപുക, കാരണം അതിൽ പരസ്യമുണ്ട്, അതിൽ മാധ്യമ വാർത്തകൾ വരും. ഇവിടെ ഈ സമാധിയെ തൊട്ടാല് സമാധി പൊളിച്ചു കഴിഞ്ഞ പ്രശ്നം തീരുമല്ലോ. അപ്പൊ പൊളിക്കുന്നത് വരെ സമാധി ഒരു വലിയ ചർച്ചയായി സമൂഹത്തിൽ നിൽക്കട്ടെ എന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഹിന്ദു വികാരം ഉണർത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ചാടിപ്പുറപ്പെടുന്ന കുറെ ആൾക്കാരെങ്കിലും ഉണ്ടല്ലോ, അതും ഒരു പ്രതിസന്ധിയല്ലേ? അല്ല, ഇതിൽ സംഭവിച്ച ഹിന്ദു ഐക്യവേദിയും VSDPയും കൊണ്ട് തലവെച്ചു. VSDPയുടെ ഒക്കെ വിഷ്ണുപുരം ചന്ദ്രശേഖരനൊക്കെ ഇപ്പോൾ ആകെ ആപ്പിലായ ഒരു സ്ഥിതിയിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ആദ്യം സമാധി എന്നൊക്കെ പറഞ്ഞ് അതില് നമുക്ക് ആരെയും കുറ്റം പറയാനും പറ്റില്ല. കാരണം ഇതൊരു വിശ്വാസവും വികാരവും ഒരു സാമുദായിക പ്രശ്നവുമാണ്. അപ്പോൾ അവർ ചാടി പുറപ്പെടുക സ്വാഭാവികമാണ് ഒരു സമാധി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ ആഴങ്ങളിലേക്ക് ചെന്നപ്പോൾ ഈ ഗോവൻ സ്വാമിയെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ മനസ്സിലാക്കിയപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ചുള്ള ചില ആക്ഷേപങ്ങൾ പുറത്തു വരുമ്പോൾ ആളുകൾ ഭയപ്പെട്ട് പിന്നോട്ട് മാറുന്നു. അവിടുത്തെ അയൽക്കാര്, ആ നാട്ടുകാരിൽ വലിയൊരു വിഭാഗം തടിച്ചുകൂടി ശക്തമായി പറയുന്നുവല്ലോ, ഈ ഗോവൻ സ്വാമിയുടെ ഈ ദുരൂഹ മരണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന്. അതൊരു നിയമാനുസൃതം ഒരു ജനാധിപത്യ രാജ്യത്ത് ആവശ്യമായൊരു കാര്യമല്ലേ? ഇത് ഇന്ത്യയിൽ തന്നെ ഒരൊറ്റ ദിവസം കൂടി മറിഞ്ഞോട്ടെ, നാളെ എന്ന ഒരൊറ്റ ദിവസം ആ കല്ലറ പൊളിക്കാൻ വിമുഖത കാട്ടിയാൽ ഇത് ദേശീയ തലത്തിൽ വലിയ വാർത്തയായി പോകും. കേരളത്തിലെ ഈ സമാധി വലിയ സംഭവമായി മാറും. വേറെ ഒരു കാര്യം ഉള്ളത്, ഇനിയിപ്പോൾ ഈ സമാധി പൊളിച്ചാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ളൊരു ഭീഷണിയാണ് ആ കുടുംബം മുഴക്കുന്നത്. അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ തരണം ചെയ്യാൻ കഴിയും? അല്ല, ഇങ്ങനെ എത്രയോ വീടുകളിൽ ജപ്തി ചെയ്താൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് പെട്രോൾ കന്നാസുമായിട്ട് നിൽക്കുന്നു. അവിടെയൊക്കെ ജപ്തി നടക്കാറില്ലേ? അത് ഒരു ഭരണകർത്താക്കളുടെ നിശ്ചയദാർഢ്യമാണ്. ഇവിടെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞു. സർക്കാർ നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യുക. എന്താണ് ഉത്തരവാദിത്വം? ഗോവൻ സ്വാമി മരിച്ചത് എങ്ങനെ? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ ഉണ്ടോ? ഇതാണല്ലോ ഒരു നിയമപരമായുള്ള സംവിധാനം പരിശോധിക്കേണ്ടത്. ശരീരം ജീർണിച്ചോ ഇല്ലാതാകുന്ന അവസ്ഥയിൽ ഈ മരണകാരണം കണ്ടുപിടിക്കാൻ കഴിയില്ല. ഏറെ ദുരൂഹത ഉണർത്തുന്ന മക്കൾ പറയുന്നു മരിച്ചിട്ടില്ല, മരിക്കാത്തയാൾക്ക് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മക്കൾ. ഭാര്യ പറയുന്നു സമാധി ഇരുന്നതാണ്, ഞാൻ കണ്ടില്ല. മകൻ പറഞ്ഞു സമാധിയിലേക്ക് പോയി, നടന്നുപോയി, സമാധിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയും പരിപൂർണ വിശ്വാസത്തിലാണ്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാരിനും അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങൾക്കും കോടതിക്ക് പോലും പരിമിതിയായി നിൽക്കുന്നത് ഇതിൽ മതം കലർന്നു എന്നുള്ളതാണ്. അല്ല, ഇതില് ഹൈന്ദവ സമുദായത്തിലെ വലിയ വലിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേരളത്തില്. അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തണം, രംഗത്ത് വരണം. ഇത് ഹൈന്ദവ സഭയ്ക്ക് നേരെയുള്ള ഒരു സംശയത്തിന്റെ മൂടുപടം ഉയർത്തിയിരിക്കുന്നു ഇത്തരമൊരു സമാധി. ഈ സമാധി സത്യമാണെങ്കിൽ അത് അവർ വ്യക്തമാക്കട്ടെ. അതല്ലാതെ ചില സംഘടനകൾ ഇതിൽ നിന്ന് കലക്കം വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുന്നു നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സമാധിയുടെ ശാസ്ത്രീയ വശം ആരെങ്കിലും പറയട്ടെ. ഇതൊരു ശാസ്ത്രീയ സമാധി അല്ലെങ്കിൽ ഏതിനൊരു ശാസ്ത്രമുണ്ടല്ലോ, വിശ്വാസവും ശാസ്ത്രവും ഒക്കെ ചേർത്ത് പോകുന്നതാണ്. അപ്പോൾ ഈ സമാധി നമ്മുടെ ഒന്നും ഒരു ലോജിക്കിൽ നിൽക്കുന്നില്ല. ഈ സമാധിയും മരണവും മരണ സർട്ടിഫിക്കറ്റ്, ഇത് ഈ നമ്മുടെ ഇവിടുത്തെ എല്ലാ നിയമ സംവിധാനങ്ങൾക്കും അപ്പുറമാണ് ആ കുടുംബം പറയുന്ന കാര്യങ്ങൾ. എന്തായാലും അത് മാത്രമല്ല, ഇവരെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം, അത് ഹിന്ദു സംഘടനകൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ പോലും അതിനെ പിന്തുണച്ചുകൊണ്ട് പലരും രംഗത്തേക്ക് വരുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു മനോനില എന്താണ് എന്നുള്ള ഒരു ചോദ്യം. അവരുടെ ആ ഒരു ആദ്യ ദിവസം നമുക്കൊരു അത്ഭുതമായിരുന്നു പലർക്കും. ആദ്യ ദിവസങ്ങളിൽ വലിയ പിന്തുണ കിട്ടി, കാരണം സമാധിയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ ആ പിന്തുണ കുറയുന്ന ഇപ്പൊ കാണുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു പൊതുബോധം സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ പൊതുബോധം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. കേരളത്തിലെ ഒരുപാട് പ്രായമായ മാതാപിതാക്കളുണ്ട് പല വീടുകളിലും. വീടിന് മുറ്റത്ത് ഇതുപോലൊരു അറ പണിത് വെച്ചിട്ട് ഇവരെ പിടിച്ചിട്ട് കോൺഗ്രസ് സ്ലാബിട്ട് സമാധിയായി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വല്ലാത്ത അവസ്ഥയല്ലേ അത്? ഇത് മാത്രമല്ല, ഈ കുടുംബം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇതൊരു ഹിന്ദുവിന്റെ സമാധി ആയതുകൊണ്ടല്ലേ നിങ്ങൾ പൊളിക്കാൻ വലിയ ശുഷ്കാന്തി കാണിക്കുന്നത്? മറിച്ചൊരു ക്രിസ്ത്യാനിയുടെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെയോ ആയിരുന്നെങ്കിൽ നിങ്ങൾ കൈവയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മുടെ ബൈറ്റ് കിടപ്പുണ്ട്, നമുക്ക് കിട്ടിയൊരു ബൈറ്റ് കിടപ്പുണ്ട്. ആ ബാലരാമപുരത്ത് ഒരു കബറുണ്ട്, നിങ്ങൾ ആർക്കെങ്കിലും ചെന്നാൽ കബർ പൊളിക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യമുണ്ട്. പക്ഷെ അത്തരം ചോദ്യങ്ങള് അതിനെ നേരിടേണ്ടത് ആരാ? സാധാരണ ജനങ്ങളാണോ? അവർക്ക് അതിനുള്ള ത്രാണിയില്ലേ? ഇപ്പൊ നാട്ടുമ്പുറത്തെ ഒരു അയൽക്കാര്, ആ അയൽക്കാരിൽ മുസ്ലിം സഹോദരങ്ങളുണ്ടായിരുന്നു പ്രതിഷേധവുമായി ചെന്നത്. അവരത്ര രൂക്ഷമായിട്ടൊന്നും പ്രതികരിക്കേണ്ടതില്ലായിരുന്നു, അത് മറ്റൊരു കാര്യം. പക്ഷെ അവർ ചെന്ന് ഈ പ്രതിഷേധം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് രോക്ഷം വരും, അവർ പ്രതികരിക്കും. അങ്ങനെയാണ് ഈ പ്രശ്നം വളർന്നു പോകുന്നത്. ഇതിനെ ഒരു സാമുദായിക തലത്തിലേക്ക് ഒരു കാരണവശാലും വളർത്തരുത് എങ്കിൽ തുടക്കത്തിൽ തന്നെ ഭരണകൂടം ശക്തമായി ഇതിനെ എതിർക്കണം.
ഈ പല വിചിത്രവാദങ്ങളെയും പൊളിച്ചെടുക്കണം. അതിന് ഭരണകൂടത്തെപ്പോൾ തന്നെ ഹൈന്ദവ സമുദായത്തിന് ഉത്തരവാദിത്വമുണ്ട്, ഇവിടുത്തെ സാംസ്കാരിക നായകർക്ക് ഉത്തരവാദിത്വമുണ്ട്. കേരളം ആധ്യാത്മികതയിലൊക്കെ ഒരു മികവുള്ള സംസ്ഥാനമാണ്. ആധ്യാത്മിക തലത്തിൽ വലിയ അവഗാതമുള്ള ഒരുപാട് പേരുണ്ട്. എന്തുകൊണ്ടാണ് അവരാരും ഇക്കാര്യത്തിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താത്തത്? എത്രയോ ആധ്യാത്മിക കേന്ദ്രങ്ങളുണ്ട്, ആൾദൈവങ്ങൾ പോലും ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ. നാളുകളിൽ ചിലപ്പോൾ ഗോപൻ സ്വാമി വലിയൊരു ആൾദൈവമായി അതൊരു ബിസിനസ് ആകാനും സാധ്യതയുണ്ട്. അതെ, സ്റ്റാർട്ടപ്പ് എന്ന് പറയും. അതില് വേറൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമുക്കെപ്പോഴും ഈ ഭരണകൂടത്തിന്റെ ഒരു വീഴ്ച പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, അതായത് ഈ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലരെ പ്രീണിപ്പിക്കുകയും ചിലരെ തള്ളി മാറ്റുകയും ചെയ്യുന്ന ഭരണകൂടത്തിന് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ആരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു ആശങ്കയുണ്ടാകും. അത് ഇവർ തന്നെ വരുത്തി വെക്കുന്ന വിനയല്ലേ? അതില് നീതിയുക്തമായി ഭരണം നിർവഹിക്കുക എന്ന് മാത്രമേ ഇവരുടെ മുന്നിലുള്ള പോകുമ്പോഴുള്ളൂ. അതില് സാമുദായിക നിറം കലർത്തരുത്, ഒരു വേർതിരിവുകൾ ഉണ്ടാകരുത്. കൃത്യതയോടെ ഭരണം നടത്തുമ്പോൾ, നിയമം നടപ്പിലാക്കുമ്പോൾ ഇവർക്കൊന്നും പേടിക്കേണ്ടതില്ലല്ലോ. ഭരണകൂടത്തിന് ഒന്നും പേടിക്കേണ്ടി വരില്ല. പോലീസ് ക്രിയാത്മകമായി ഇതിൽ ഇടപെടണം. ആദ്യ ദിവസം പോലീസ് ഭയപ്പെട്ട് പിന്നോട്ട് മാറുമ്പോൾ സബ് കളക്ടർ ആൽഫ്രഡ് അന്ന് ഭയപ്പെട്ട് തങ്ങളുടെ നടപടി പൂർത്തിയാക്കാൻ കഴിയാതെ പിൻവാങ്ങുമ്പോൾ ഇവിടെ തോൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയല്ലേ, ഇവിടുത്തെ ജനാധിപത്യ സംവിധാനമല്ലേ? ഒരു തിരുത്തൽ ശക്തിയായി അവിടെയെല്ലാം കോടതി എല്ലാ തലങ്ങളിലും ഇടപെടണമെന്ന് പറയുന്നതിലെ ലോജിക്ക് എന്താണ്? എന്തായാലും ഈ ഗോപൻ സ്വാമിയുടേത് വീണ്ടും കുടുംബം കോടതിയോട് പോലും വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത് അത് മരണമല്ല സമാധിയാണ് എന്ന് തന്നെ പറയുന്നു. പക്ഷെ അത് പൊളിക്കുന്നതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും. ഈ പറയുന്നത് പോലെ തന്നെ നാളെ പൊളിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വ്യക്തമാകുകയാണ്, പൊളിക്കും എന്നുള്ളത് വ്യക്തമാകുകയാണ്. അതിൽ ആരുടെയും മതവികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, ഇത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. കിടപ്പുരോഗികളായ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്, എത്രയോ അമ്മമാർ, അച്ഛന്മാർ. അപ്പോൾ അവരുടെയൊക്കെ സുരക്ഷിതത്വവും കൂടിയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടി സർക്കാർ ഭയപ്പെടാതെ സ്വീകരിക്കണം. ഭരണാധികാരികൾ, അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ ഇടപെടണം എന്നുള്ളതാണ് ആവശ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളെ വിറ്റ് ജീവിക്കുകയാണ്, മാധ്യമങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് നിങ്ങൾ പറയുന്ന ലോജിക്കുകളൊന്നും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അതിലെ സത്യാവസ്ഥ പുറത്തു വരണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നമസ്കാരം.